ട്രാവലേഴ്സ് എഡ്ജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയെ പറ്റിയ വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയുണ്ട് വെൽക്കം ടു പോണ്ടിച്ചേരി. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പോണ്ടിച്ചേരിയിലുള്ള ആർട്ട് ബസാറിൻ്റെയാണ്. ഈ നേരെ കാണുന്നതാണ് ആർട്ടല്ല, ക്രാഫ്റ്റ് ബസാറാണിത്. ഇപ്പോൾ ക്രാഫ്റ്റ് ബസാറിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഈ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിനി ക്രാഫ്റ്റ് ബസാറിനുള്ളിലേക്ക് കയറാണ്. ക്രാഫ്റ്റ് ബസാർ ചെറിയൊരു ബസാറാണിത്. അപ്പം ഇത് ഈ ഒരു സൈഡിൽ ആ കാണുന്നതാണ് ബീച്ച്. ആ ബിൽഡിങ്ങിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് ബീച്ച് വരുന്നത്. അപ്പോൾ ബീച്ച് സൈഡിൽ തന്നെയുള്ള ഒരു ചെറിയൊരു ബസാറാണിത്. അപ്പം ഗവൺമെൻറ് ഓഫ് പോണ്ടിച്ചേരി ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ഒരു ക്രാഫ്റ്റ് ബസാറാണ് ഈ കാണുന്നത്. രണ്ട് സൈഡിലുമായിട്ട് ഈ സൈഡിലും ഈ സൈഡിലും ചെറിയ ഷോപ്സ് എല്ലാം ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോയി ഇതാണ് ക്രാഫ്റ്റ് ബസാർ. പക്ഷെ ഇവിടെ ലൈക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ. കൊള്ളാം. ഓ നൈസ്. ഇങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതേപോലെ ഇതെല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് ആണെന്ന് തോന്നുന്നു. അമ്പം ബില്ലിൻ്റെ സാധനങ്ങളാണെന്ന് തോന്നുന്നു. കൊള്ളാം. സോ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ, ഒരുപാട് ഐറ്റംസ്. ഇതൊക്കെ നല്ല രസമുള്ള ഐറ്റംസാണ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ചെറിയ സാധനങ്ങളാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റുകളിൽ ഫുള്ള് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ പുറത്തുള്ള സൊവനീർ ഷോപ്പിലൊക്കെ ഞാൻ കയറി നോക്കി. പക്ഷേ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ ചീപ്പറാണ് ഐറ്റംസ് ഉള്ളത്. ഒരുപാട് ബാഗ്സ്, അതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസ്. ഇത് ഫുള്ള് ക്യാൻഡിൽസിൻ്റെ കളക്ഷനാണ്. ക്യാൻഡിൽസും അതേപോലെ വുഡും കൊണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് കോമ്പൊക്കെ കംപ്ലീറ്റ് മെയ്ഡ് ഓഫ് വുഡാണ്. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ്. ഇതൊക്കെ എന്തൊക്കെയുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. ഹാങ്ങറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് സ്റ്റോണിൻ്റെ ഐറ്റംസാണ്. മാർബിൾ 100% മാർബിൾ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് മാർബിളിൻ്റെ കുറേ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഓരോ ഷോപ്പിലും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ബട്ട് കുറേ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതായിട്ട് സിമിലറാണ്. പിന്നെ അവർ പറയുന്ന അവർ ഓരോല് തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണെന്നാണ് പറയുന്നത്. ഇനി ഇങ്ങനത്തെ കുറച്ച് വേറെ കുറേ പൂക്കളും ഐറ്റംസൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ. ഇത് കൊള്ളാമോ? ഇത് പെൻസിലാണ്. പെൻസിൽ ₹20. സോ ഓരോ ഷോപ്പിലും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസാണ് വരുന്നത്. ഇത് കൊള്ളാലോ. ഇത് ഇവിടുത്തെ മെയിൻ ഒരു വ്യൂ പോയിൻ്റ് ആണിത്. ഒരു അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷനാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഗാന്ധിജീൻ്റെ പ്രതിമയാണ്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇത് കടൽ കാണാം. മറ്റെന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. സോ ഇതാണ് ആക്ച്വൽ പോണ്ടിച്ചേരി ബീച്ച്. ഇപ്പോൾ ആൾക്കാർ നടക്കാനൊക്കെ വരുന്ന ഏരിയ ആണിത്. ഒരുപാട് പേര് രാവിലെയൊക്കെ നടക്കാനായിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ്. കാണുന്നതാണ് GST ഭവൻ. സോ GST ഭവൻ എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഇതൊരു പഴയ ബിൽഡിംഗ് ആണത്. ഇത് ആക്ച്വലി സെൻട്രൽ എക്സൈസ് കമ്മീഷണറേറ്റ് ആണ്. അപ്പം അതിപ്പോൾ കൺവേർട്ടഡ് ടു GST ഭവൻ എന്നാണ് തോന്നുന്നു. ഇതെന്ന് പറയുന്നത്
ഇത് ഇവിടുത്തെ ഒരു വാർ മെമ്മോറിയലാണ്. സോ നമ്മൾ ഈ ബീച്ച് സൈഡിൽ തന്നെയാണ് ഈ ഗാന്ധിജിയുടെ സ്റ്റാച്യൂവിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വാർ മെമ്മോറിയൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വാർ മെമ്മോറിയൽ ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത് November 1st, 1971 അപ്പം AVX കോമ്പാക്റ്റൻസ് ഡെസ് ഇൻഡസ് ഫ്രാൻസൈസസ് എന്ന് ആ ഒരു ഇംഗ്ലീഷ് ഫോർമാറ്റിൽ നമുക്കത് വായിക്കാം. 1914 to 1918 നടന്ന വാറിനെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വാർ മെമ്മോറിയൽ പണിതിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ നേരെ മുമ്പിലായിട്ടാണ് ഈ ഒരു ലേ കഫേ ഹോട്ടലും കൂടെ ഉള്ളത്. ലേ കഫേ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ഒരു സൈഡിൽ ഈ ഒരു ഒറ്റ ഒരെണ്ണമാണ് ഈ ഒരു ബീച്ചിനോട് ഇത്രയും ക്ലോസ് ആയിട്ട് കണ്ടൊരു റെസ്റ്റോറൻറ്റുകൾ കണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിനി ഇതായി എൻ്റെ ബാക്കിലുള്ള ലേ കഫേ എന്ന് പറഞ്ഞൊരു ബീച്ച് സൈഡ് റെസ്റ്റോറൻറ്റ് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ബീച്ച് സൈഡ് റെസ്റ്റോറൻറ്റ് അകത്തുള്ള എന്തൊക്കെയാണ് കഴിക്കാനൊക്കെ ഉള്ളതെന്നൊക്കെ നോക്കാം. ഓക്കെ, ഇവിടെ സെൽഫ് സർവീസ് കൗണ്ടറാണുള്ളത്. ഇതാണ് ഇവിടുത്തെ മെനു. ആൻഡ് ഇവിടെ ഇരിക്കാൻ എന്നുള്ളത് നല്ല സൗകര്യത്തിലിരിക്കും. അപ്പം തണലായിരുന്നു, നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാൻ. നല്ല കാറ്റ് പഠിക്കുന്നുണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എടുത്ത ബീച്ച് പ്രോമനേഡ് എന്ന് പറഞ്ഞ ഫോട്ടോ, ബീച്ച് പ്രോമനേഡ് പോണ്ടിച്ചേരിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. അത് 1910 എടുത്ത ലേ പിയർ പോണ്ടിച്ചേരിൻ്റെ ഫോട്ടോയാണിത്. ഇങ്ങനെ പഴയകാലത്ത് ഒരുപാട് ഫോട്ടോസ് എല്ലാം ഇവിടെ ഉണ്ട്. കോസ് ചാബ്രോൾ ഡേ ലാ മെർ പോണ്ടിച്ചേരി 1930s. വാഷിംഗ് സൈഡ് ഒന്നും അത്ര ക്ലീൻ അല്ല. പക്ഷെ ഇത് ബീച്ചിനോട് വളരെ ചേർന്നിട്ടാണ്. ആൻഡ് അത് ഇതിൻ്റെ ഒരു സീറ്റ് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇത് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്, നൈസ്. ഇനി നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെയുള്ള സാറ് തന്നെ പറയുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് കേൾക്കാം. தமிழில் சொல்லுங்கள். இந்த மியூசியம், இந்த பாண்டிச்சேரி போலீஸ் மியூசியம் வேறு எங்கேயுமே கிடையாது. ஓகே. இந்தியாவில் வேறு எந்த ஸ்டேட்லையும் போலீஸ்க்கு தனி மியூசியம் இல்லை. ஓகே. இதை வந்து நாங்கள் 25 வருஷமாக மெயின்டைன் பண்ணுறோம். 25 years. 25 years. ஓகே. We are maintaining in 25 years. ஓகே. பிகாஸ் ஏற்கனவே வந்து இங்கே ஃப்ரெஞ்சுக்காரங்க ஆட்சி பண்ணாங்க. ஓகே. அவங்க ஃப்ரெஞ்சுக்காரங்க ஆட்சியில் இருக்கும்போது ஃப்ரெஞ்சுக்காரங்க தான் போலீஸ்காரங்களாக இருந்தாங்க. ஓகே. அவங்க யூஸ் பண்ண துப்பாக்கிங்க, கன்னு, ஓகே, இந்த கேப், யூனிஃபார்மு, இந்த பில்டிங்கே அவங்க இருந்தப்போ கட்டின பில்டிங். ஓகே. இதை வந்து நாங்கள் அவங்க ஞாபகார்த்தமாக ஒரு மியூசியமாக வச்சுருக்கோம். ஓகே. இதான் வேறு இங்கே வந்து எல்லா ஸ்டேட்லேருந்து வந்து பார்த்துட்டு போகிறாங்க. ஓகே. எல்லா வெளிநாட்டிலேருந்து வந்து பார்த்துட்டு பாராட்டிட்டு போகிறாங்க, நல்லா இருக்குது. ஆமாம். ஓகே. எஸ்பெஷலாக வந்து லேடிஸ் வந்து இது மாதிரி நாங்கள் வந்து துப்பாக்கியெல்லாம் நேரடியாக பார்த்தது கிடையாது. ஆமாம். சினிமாவிலையும் டிவிலையும் தான் நாங்கள் பார்த்துருக்கோம். இங்கே மட்டும்தான் நாங்கள் நேரடியாக. டம்மி, இது ஒரிஜினல். ஆமாம். நாங்கள் வந்து இங்கே மட்டும் தான் நேரடியாக பார்க்குறோம். அதனால் எங்களுக்கு ரொம்ப சந்தோஷமாக இருக்குதுன்னு சொல்லிட்டு ஓகே பாராட்டிட்டு போகிறாங்க. ஓகே. அதனால் இந்த மியூசியம் வந்து எல்லாருக்குமே பிடிச்சிருக்கு. ஓகே, താങ്ക്സ്. ഇത് ഫ്രഞ്ച് പീരീഡിൽ തന്നെയുള്ള റിവോൾവേഴ്സ് ആണ്, അതായത് സ്മോൾ ആംസ്. അപ്പം ചെറിയ റിവോൾവർ 22, റിവോൾവർ 380, റിവോൾവർ വെബ്ലി, അങ്ങനെ ഒരുപാട് മോഡൽസ് അതിൻ്റെ എഴുതിയിട്ടുണ്ട്. അപ്പം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള റിവോൾവേഴ്സിൻ്റെ എല്ലാം പിക്ചേഴ്സ് ഇവിടെ, പിക്ചേഴ്സ് അല്ല, ഭയങ്കര വെറൈറ്റീസ് ആയിട്ടുള്ള റിവോൾവേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇതെല്ലാം പഴയകാല ന്യൂസ് പേപ്പറിൻ്റെ കുറേ ഭാഗങ്ങളാണ്. പിന്നെ ഇത് ഹെഡ് ഗിയേഴ്സ് ആണ്, അത് ക്യാപ്പ് അടക്കമുള്ള ഹെഡ് ഗിയേഴ്സ് വരുന്നുണ്ട്, ക്യാപ്പ് വരുന്നുണ്ട്. അപ്പം ഇവിടുത്തെ പോലീസുകാരുടെ ആണ്. പിന്നെ അതേപോലെ ഇത് ഇവിടുത്തെ അമ്യൂണിഷൻസ് ആണ്. അപ്പം ഇതിനകത്ത് കാട്രിഡ്ജസ് വരുന്നുണ്ട്, 9mm, 7.62mm, പിന്നെ 22 ഇഞ്ചിൻ്റെത്, 380 ഇഞ്ചിൻ്റെ SPI, പിന്നെ കാട്രിഡ്ജ്, അങ്ങനെ അമ്യൂണിഷൻസ്, അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം. പിന്നെ ഇത് ഈ കാണുന്നതെല്ലാം ഗ്രനേഡ്സ് ആണ്. സോ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഇത് 2-in-1 ഷെല്ലാണ്, ഡുവൽ ഷെൽ, ലോങ് റേഞ്ച് ഷെൽ, അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഡൈ മാർക്കർ ഗ്രനേഡാണ്. പിന്നെ പോണ്ടിച്ചേരി ഇന്ത്യൻ്റെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതും, അതേപോലെ പോണ്ടിച്ചേരിൻ്റെ ഭാഗങ്ങളായ കാരൈക്കൽ, യാനം, മാഹി, അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ഈ ഒരു പിക്ചറിനകത്ത് ഡിപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഈ കാണുന്നതാണ് ഫ്രഞ്ച് ഓഫീസർ യൂണിഫോം ആണിത്. അപ്പം ഇത് അത്ര ക്ലിയർ ആയിരിക്കില്ല, കാരണം ഇത് ഒന്നാമതേ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചൊരു ഡാർക്ക് ബ്ലൂ യൂണിഫോമാണ്. പിന്നെ 19th സെഞ്ച്വറിയിലുള്ളൊരു ക്ലോക്കാണ് ഈ കാണുന്നത്. പിന്നെ മോഡൽ ഓഫ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ബിൽഡിംഗ്, ഇവിടെ പോലീസ് ഹെഡ് ക്വാർട്ടർ ബിൽഡിങ്ങിൻ്റെ മോഡലാണ് ഈ കാണുന്നത്. പിന്നെ ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവരുടെ കുന്തം, ഇതാണ് കുന്തം. പിന്നെ ഇവരുടെ കോൺസ്റ്റബിളിൻ്റെ യൂണിഫോംസാണ് ഈ കാണുന്നത്. അപ്പം ഇതെല്ലാം കോൺസ്റ്റബിൾ സെറിമോണിയൽ ഡ്രസ്സ്, അതേപോലെ ഇത് സെറിമോണിയൽ ഡ്രസ്സ് IRB. സെറിമോണിയൽ ഡ്രസ്സിൻ്റെ 3 ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അങ്ങനെ കുറേ ഐറ്റംസ്.